ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പാകിസ്ഥാനും ടർക്കിയും തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എസ്പെഷ്യലി അത് വളരെ കൂടുതൽ റിവീൽ ആവുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത മൂന്ന് രാജ്യങ്ങൾ, പ്രധാനമായിട്ടും ചൈന, ടർക്കി, അസർബൈജാൻ. ടർക്കിയും ചൈനയുമാണ് പാകിസ്ഥാന് ചിരകാലമായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ ആർമറിയിലേക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതിനുശേഷവും ഇന്ത്യയിൽ കൂടുതൽ രാജ്യവ്യാപകമായിട്ടുള്ള പല പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ടർക്കിക്കെതിരെയുള്ള ചില പ്രതികൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുവാൻ നമ്മളുടെ പോപ്പുലേഷൻ്റെ ഭാഗത്തു നിന്നും പൗരന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ചില സമ്മർദ്ദങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ, പിന്നെ എന്താണ് പറയുന്നത്, നമുക്ക് മുഖ്യധാര മാധ്യമങ്ങളിലല്ല, പൊതുധാരയിൽ തീർച്ചയായിട്ടും ടർക്കിക്കെതിരെ ചൈന ചൈനയെക്കുറിച്ച് നമുക്ക് ചിരകാലമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. പാകിസ്ഥാൻ്റെ ഏറ്റവും പിന്നെ അടുത്ത ഒരു ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അപ്പം പാകിസ്ഥാൻ്റെ 80% ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ്. അതുപോലെ തന്നെ ടർക്കി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ഡ്രോണുകളിൽ നല്ലൊരു ശതമാനവും ടർക്കി സപ്ലൈ ചെയ്ത ഡ്രോണുകളാണ്. അതുപോലെ തന്നെ മറ്റ് മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതിന് ശേഷം നമ്മൾ ജനങ്ങൾ പൊതുവെ ഇന്ത്യയും ടർക്കിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾക്ക് ഒരു എന്താണ് നിരുത്സാഹം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ സ്ട്രീമിൽ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക രംഗത്ത് നമ്മളുടെ ഇന്ത്യൻ ജനത വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുകയും ടർക്കിക്ക് ഏത് രീതിയിൽ പണി കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചില വ്യക്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ടർക്കിയിലേക്കുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ. അത് 2024 ജൂണിനെ അപേക്ഷിച്ച് മെയ് മാസവും കുറവായിരുന്നു, ജൂണിലും 36% വരെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പാകിസ്ഥാനായിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ബന്ധം പുലർത്തുന്ന ടർക്കി, കാരണം അത് ജിയോ പൊളിറ്റിക്കലി നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ടർക്കിക്ക് ഇന്ത്യയിൽ നിന്നും ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു രീതിയിലുള്ള കച്ചവടങ്ങളും വ്യാപാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് പ്രശ്നമുള്ള രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ കൂടുതൽ, പ്രത്യേകിച്ച് യുദ്ധസമയത്ത് ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങൾ കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ജിയോ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. ജിയോ പൊളിറ്റിക്സാണ് എവിടെയും പ്രാവർത്തികമാക്കപ്പെടുന്നത്. എന്നിരുന്നാൽ തന്നെയും മറ്റു പല തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമുക്ക് ഇത് വീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ ആരംഭിക്കുകയും അപ്പോൾ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ വാദിക്കുകയും ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ആയുധങ്ങളും മറ്റ് സഹായങ്ങളും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനുശേഷം വ്യാപകമായിട്ടുള്ള രോഷവും അമർഷവും ഒക്കെ രാജ്യത്ത് തുർക്കിക്കെതിരെ അനുഭവപ്പെടുകയുണ്ടായി. അപ്പം ലോക ടൂറിസം ഗ്ലോബൽ ഗ്ലോബൽ ടൂറിസം മാപ്പിലെ ടർക്കിക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. പ്രമുഖ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ തുർക്കി. അപ്പോൾ അങ്ങോട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ യാത്ര കൂട്ടത്തോടെ ഒഴിവാക്കുകയും അങ്ങനെ ടൂറിസ്റ്റായിട്ട് ടർക്കിയിലേക്ക് പോകുന്ന ആ ഒരു രീതി ബഹിഷ്കരിക്കണമെന്നുള്ള വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും ഒക്കെ നടന്നു കാണുകയും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ചില ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ ടർക്കിയിലേക്കുള്ള ബുക്കിംഗ് ഒക്കെ തന്നെ മരവിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ജൂണിലെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ട് കുറവുണ്ടായിട്ടുണ്ട്. ഈ 2024 ജൂണിനെ അപേക്ഷിച്ച് 36% കുറവ് ഉണ്ടായിട്ടുണ്ട്.
ജൂണിൽ 2000 ഈ വർഷം ജൂണിലെ 24,250 വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്ന് ടർക്കി സന്ദർശിച്ചത്. അത് അവരുടെ ടർക്കി ഗവൺമെന്റിന്റെ തന്നെ റിപ്പോർട്ട് അനുസരിച്ചാണ്. 2025 ജനുവരി മുതൽ ജൂൺ വരെ 1,39,215 ഇന്ത്യക്കാർ ടർക്കി സന്ദർശിച്ചിരുന്നു. 24 ഇത് 1,64,373 ഏകദേശം നല്ലൊരു കുറവ് അതിനകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു തിരിച്ചടി ടർക്കി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല. അപ്പോൾ ഇന്ത്യ ഈ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടർക്കിക്ക് സാമ്പത്തികമായിട്ട് അവരുടെ സമ്പദ് മേഖലയെ വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കും. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഫലമായിട്ട് ടർക്കി ഏതായാലും പാകിസ്ഥാനുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ടർക്കി പാകിസ്ഥാൻ ആയുധം വിൽക്കുന്നത് നിർത്തുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും ഈ പറഞ്ഞ ഇതിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റാൻഡല്ല ഇന്ത്യയുടെ, എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും ഉള്ളൊരു സ്റ്റാൻഡല്ല. പക്ഷേ ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. കാരണം ഇന്ത്യക്കെതിരെ നിരന്തരം പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ഇങ്ങനെ മെയ് മാസത്തിലും ഈ പറഞ്ഞ കുറവുണ്ടായിട്ടുണ്ട്. 2024 3,30,950 ഇന്ത്യക്കാർ ടർക്കി സന്ദർശിച്ചിട്ടുണ്ട്. 23 അപേക്ഷിച്ച് നല്ല വർധനവ് 24 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വർധനമാണ് തീർച്ചയായിട്ടും ഈ വർഷം ഈ പറഞ്ഞ മാസങ്ങളിൽ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും, ജൂലൈയിലെ കണക്ക് വന്നില്ല ഇതുവരെ, ജൂലൈയിലെ കണക്ക് വരുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അതിനകത്തിലും കുറവുണ്ടാകും. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചില മെഷേഴ്സ് അല്ലെങ്കിൽ ചില നടപടികൾ എടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എയർപോർട്ട് വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി ആയിട്ടുള്ള ചെലബിയുടെ ലൈസൻസ് അധികൃതർ റദ്ദാക്കിയിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ടർക്കിക്കെതിരെ എന്നുള്ള. അതുപോലെ തന്നെ ടർക്കിയിലേക്കുള്ള എയർ ട്രാഫിക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിഗോ എയർലൈൻസും അവർ ലീസിനെടുത്ത വിമാനങ്ങളൊക്കെ തന്നെ ഇനി അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം, അതിന് പകരം യൂറോപ്യൻ റൂട്ടുകളിൽ അതിനെ പുനർവിന്യസിക്കുന്ന ഒരു നയത്തിലേക്ക് എയർലൈൻസ് മുൻഗണന നൽകുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരിട്ടുള്ള ശക്തമായിട്ടുള്ള ഹാർഷായിട്ടുള്ള ചില മെഷേഴ്സ് എന്നതിലുപരി നമുക്കിതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഏത് രാജ്യത്തിനെതിരെ നമ്മൾ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയ്ക്കും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കും ഒക്കെ നല്ലത്. കാരണം ആ രാജ്യം നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരുമായിട്ട് വ്യാപാരങ്ങളും ട്രേഡും ഒക്കെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള തോതിൽ നമുക്ക് ആരംഭിക്കുവാനോ അല്ലെങ്കിൽ തുടരുവാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും ഒരു ഫേവററ്റ് ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 2024 സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ 2025 പ്രത്യേകിച്ച് മെയ് മാസം മുതലുള്ള കണക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 36% കുറവ് 2024 ജൂണിനെ അപേക്ഷിച്ച് 2025 ജൂണിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 36% പറഞ്ഞാൽ വലിയൊരു കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ മെയ് മാസം 2025 മെയ് മാസത്തിലും ആ ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ചില പ്രഹരങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ നമുക്ക് ടർക്കിക്ക് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ നമ്മൾ ചൈനയും ഒക്കെ നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ചൈനയും മുകളിലും നമുക്ക് ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുവാൻ കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഒരു രാജ്യമെന്ന രീതിയിൽ പ്രയോജനകരമായിരിക്കും എന്നുള്ള സംശയമൊന്നും വേണ്ട. ഇപ്പോൾ 2025 ജനുവരി മുതൽ ജൂൺ വരെ 1,39,000 ടൂറിസ്റ്റുകൾ ടർക്കി സന്ദർശിച്ചുള്ളൂ. 2024 1,64,373, അത് 15% കുറവുണ്ടായിട്ടുണ്ട് ഈ വർഷം മൊത്തം, ജനുവരി മുതൽ ജൂൺ വരെ 6 മാസത്തെ. അപ്പോൾ ആ കുറവ് പ്രധാനമായിട്ടും മെയ് മാസം ജൂൺ മാസത്തിലുള്ള കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടർക്കിയെ സംബന്ധിച്ച് അവരുടെ മൊത്തം ടൂറിസ്റ്റുകൾ വരുന്നതിൽ ഇന്ത്യയുടെ ഷെയർ വളരെ കുറവാണ്. ഏകദേശം
0.6% മാത്രമേ ഉള്ളൂ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 0.6% എന്ന് പറയുമ്പോൾ അവർക്ക് 1,64,000 ടൂറിസ്റ്റുകളിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്ന വരുമാനം ഈ വർഷം കുറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും അവരുടെ നിലപാടുകൾ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ, ഇന്ത്യക്ക് ഇതുപോലുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യയുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂവിനകത്തിൽ വലിയൊരു ഇടിവ് അല്ലെങ്കിൽ കുറവ് സംഭവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വിഷയമായിട്ട് തൽക്കാലം ലഭിക്കുന്ന റിപ്പോർട്ടുകളും അല്ലെങ്കിൽ വിവരങ്ങളും. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ടർക്കി നമ്മളിൽ നിന്ന് എത്രയോ ദൂരെ ഉള്ളൊരു രാജ്യമാണ്. അത് പൂർണ്ണമായിട്ടും യൂറോപ്യൻ രാജ്യമല്ല, പൂർണ്ണമായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യമല്ല. ഈ രണ്ട് മിഡിൽ ഈസ്റ്റും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ജിയോ പൊളിറ്റിക്കലി ആയാലും ജിയോഗ്രാഫിക്കലൊക്കെ ആയാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ, ഇപ്പം UAE, സൗദി, ഈവൻ ഇറാൻ, ഇറാഖ്, മറ്റ് പല രാജ്യങ്ങളും നമ്മളോട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമ്മളോടുള്ള ബന്ധം കണക്കിലെടുത്തുകൊണ്ട് അവർ പാകിസ്ഥാനായിട്ടുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ, പണ്ട് കോൾഡ് വാർ ടൈമിലൊക്കെ മറ്റൊരു പിക്ചറായിരുന്നു. എന്നാൽ തന്നെയും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സൗദി, UAE പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ സൗഹൃദപരമാക്കുവാനും കൂടുതൽ ശക്തമാക്കുവാനും, അതുപോലെ തന്നെ ഇറാനായാലും ശരി, ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ടർക്കിയെ പോലുള്ള രാജ്യം പാകിസ്ഥാന് വേണ്ടി കൂടുതൽ സഹായങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കൂടുതൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾ പാകിസ്ഥാനകത്തും പാകിസ്ഥാന് പുറത്തുള്ള ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആയാലും UN-ലായാലും അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന, പല്ലും നാവും ഉപയോഗിച്ച് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ടർക്കിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ടർക്കിക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഒഫീഷ്യലായിട്ടും നോൺ ഒഫീഷ്യലായിട്ടും, അല്ലെങ്കിൽ ഔദ്യോഗിക ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുള്ള ഒക്കെ ഉള്ള, ഇൻഫോർമൽ നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ അവരുടെ പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഈ സർവീസ് എന്ന് പറഞ്ഞ സേവനമാണല്ലോ ടൂറിസം എന്നല്ല. അപ്പോൾ അതിനെ നമ്മൾ ബഹിഷ്കരിക്കുക എന്നുള്ളതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ബഹിഷ്കരണങ്ങൾ നമുക്ക് സാധ്യമാക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് അതൊരു പിന്നെ നമ്മൾ നൽകുന്നൊരു പാഠമായിരിക്കും. കാരണം നമുക്കിതുപോലുള്ള പ്രഷർ ടാക്ടിക്സ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു വിവരത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള. മറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.